നേര്യമംഗലത്ത് പുതുതായി അനുവദിച്ച ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ മുഖേന നിർവഹിച്ചു. ഏറെക്കാലമായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. നേര്യമംഗലത്തിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. സന്തോഷത്തോടെ ഈ ഫയർ സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം. ചടങ്ങിൽ MLA ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു. MLAയുടെ ഇടപെടലുകളെ തുടർന്നാണ് മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കരുത്തേകി പുതിയ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നത്. MLA ആന്റണി ജോൺ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നാടമുറിച്ച് നിർവഹിച്ചു. ശേഷം ശിലാഫലകം മാറ്റി. വാഹന അപകടങ്ങൾ അടക്കം നിരന്തരമായി അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വെള്ളത്തിൽ വീണുണ്ടാകുന്ന അപകടങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളുടെ പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ കാട്ടുതീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ നേരിടുന്ന ഈ പ്രദേശത്ത് അഗ്നിരക്ഷാസേനയുടെ കൃത്യമായ സേവനം എന്ന് പറയുമ്പോൾ സമയബന്ധിതമായ സേവനം ജനങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളത് ഏറെ കാലങ്ങളായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. അതായത് അല്പം വൈകിയെങ്കിൽ കൂടിയും ഇന്ന് നേര്യമംഗലം അഗ്നിരക്ഷാ നിലയം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. MLA എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രിയപ്പെട്ട നിങ്ങളെനിക്ക് കോതമംഗലത്തിന്റെ MLA ആയി പ്രവർത്തിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. ഹൈറേഞ്ചിന്റെ കവാടമായ നേര്യമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ഇനി അഗ്നിരക്ഷാ സേനയുടെ കാവൽ ലഭിക്കും. നിലവിൽ കവളങ്ങാട്, കീരമ്പാറ, കുട്ടമ്പുഴ, അടിമാലി, കഞ്ഞിക്കുഴി, വണ്ണപ്പുറം പഞ്ചായത്തുകളിൽ അപകടങ്ങളുണ്ടായാൽ കോതമംഗലത്ത് നിന്നോ അടിമാലിയിൽ നിന്നോ ഫയർഫോഴ്സ് എത്തണമായിരുന്നു. ദൂരെ കൂടുതൽ കാരണം പലപ്പോഴും രക്ഷാപ്രവർത്തനം വൈകിയിരുന്ന സാഹചര്യത്തിന് ഇതോടെ ശാശ്വത പരിഹാരമാകും. സ്വന്തമായി സ്ഥലം ലഭ്യമാകാതിരുന്നതിനെ തുടർന്ന് കവളങ്ങാട് പഞ്ചായത്ത് ഭരണസമിതി വിട്ടു നൽകിയ നേര്യമംഗലത്തെ സാംസ്കാരിക നിലയത്തിലാണ് സ്റ്റേഷൻ താൽക്കാലികമായി പ്രവർത്തിക്കുക. കെട്ടിടത്തിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്ത് നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. മറ്റു സ്റ്റേഷനുകളിൽ നിന്നുള്ള വാഹനങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കവളങ്ങാട് പഞ്ചായത്ത് മുഴുവനായും കീരമ്പാറയിലെ കൊണ്ടിമറ്റം വരെയുള്ള 3 വാർഡുകൾ, കുട്ടമ്പുഴയിലെ ഇഞ്ചത്തൊട്ടി, മാമലക്കണ്ടം, ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കരിമണൽ, തട്ടേക്കണ്ണി പ്രദേശങ്ങൾ, അടിമാലിയിലെ വാളറ വരെയുള്ള മേഖലകൾ എന്നിവ നേര്യമംഗലം സ്റ്റേഷന്റെ പരിധിയിൽ വരും. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.